നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ തട്ടുകടയിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകുന്ന ഒരു റെസിപ്പിയാണ്. വേറെ ഒന്നുമില്ല, കപ്പ മുട്ട മസാല എന്നോ അല്ലെങ്കിൽ കപ്പ മുട്ട ബിരിയാണി എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയാണ് ഈ ഒരു കപ്പ മുട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മുട്ടക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പ നല്ലപോലെ കഴുകി വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 3/4 കിലോളം വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്താ വേണ്ടത്, മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മുട്ട കണ്ടിട്ട് നിങ്ങൾ തലയിൽ കൈവച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് ഒരു മിനിമം ഒരു 6 മുട്ട ആ ഒരു അളവിലാണ്. പിന്നെ കൂടുതൽ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആവും, മസാല കൂടും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും വാങ്ങി ഉടനെ കഴുകി വെച്ചതാണ്. അപ്പം എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കുമ്പം ഒരുമിച്ച് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ വെച്ചു. അപ്പം നമ്മളൊരു 6 മുട്ട എടുക്കും കേട്ടോ അതിൽ. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടേ, ഇഞ്ചി വേണം, ഒരു ചെറിയ കഷ്ണം, ഒരു 1/2 ഇഞ്ച് വരുന്ന എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി. പിന്നെ എന്താണ്, വെളുത്തുള്ളി ഒരു 5 അല്ലി, അത്യാവശ്യം വലിയ അല്ലി തന്നെയാണ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിറയെ കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ വേണം, മഞ്ഞൾ ഒരു 1/2 ടീസ്പൂൺ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി അതുപോലെ 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിപ്പൊടി വേണം, മല്ലിപ്പൊടി ഞാൻ അത്യാവശ്യത്തിന് ഇടുന്നുണ്ട്, 1 ടീസ്പൂണോളം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടോളൂ. പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, എരിവ് നോക്കിയിട്ട് വ്യത്യാസപ്പെടുത്താം. പിന്നെ ഗരം മസാല വേണം, ഗരം മസാലയും നമ്മൾ 1/2 ടീസ്പൂണാണ് എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. അതുപോലെ തന്നെ നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് കപ്പയൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഇപ്പം നമ്മൾ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ കപ്പ ഇട്ടു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ അധികം ഒന്ന് ഉടഞ്ഞൊന്നും പോകണ്ട കേട്ടോ. കപ്പയുടെ വേവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാറുമല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ അധികം ഉടഞ്ഞു പോകാതെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കപ്പ വേവുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള ഇങ്ങനെ അരിഞ്ഞു വെച്ചു, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ സ്റ്റെപ്പിലേക്ക് അങ്ങ് കിടക്കാം. അപ്പോൾ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലോണം കുഴഞ്ഞു പോയിട്ടില്ല, പക്ഷേ വെന്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അപ്പോൾ ഇതിൽ വെള്ളമുണ്ട്. അപ്പം നമ്മളിതിനി അരിച്ചെടുക്കണം, വെള്ളം മുഴുവൻ കളയണം. പിന്നെ ഞാനിപ്പം ഈ കപ്പയ്ക്കിപ്പം 2 വിസിൽ അടിച്ചു. പിന്നെ എന്നിട്ട് ആവി കംപ്ലീറ്റ് പോക്കിയതാണ്, അപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പം എന്തായാലും നമുക്ക് വെള്ളം അരിച്ചെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കടായിയൊക്കെ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആദ്യം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് 3ആണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. മസാലയൊക്കെ മൂത്ത് ഉള്ളി കുറച്ചും കൂടെ ഒന്ന് വാടി വരണം, അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പം ഇതാ സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്, അതുപോലെ മസാലയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാൻ പോവാണ്.
നമ്മൾ 6 മുട്ടയാണ് പൊട്ടിച്ചിട്ട് കൊടുത്തത് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ബുർജിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം മുട്ടയൊക്കെ സവാളയുടെ കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല ഇത് കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഇത് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ കപ്പ കുറച്ചൊന്ന് ഉടഞ്ഞോട്ടെ കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. 2 തവി വെച്ച് ചെയ്യുകയാണെങ്കിൽ സൂപ്പറാവും. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേട്ടോ. കുറച്ചുകൂടെ കറിവേപ്പില ഇടുകയാണ്. അപ്പം അത് ആ സംഭവം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതങ്ങ് കഴിച്ചാൽ മതി. ഒന്ന് ടേസ്റ്റ് നോക്കാം നമുക്ക്. നല്ല ആ ഗരം മസാലയുടെ മണമുണ്ട്. മുട്ടയും സവാളയും അടിപൊളി കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള കുനുകുനേന്നരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ സവാള. അവസാനം ഇടുന്ന ഈ സവാള എന്ന് പറഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഒക്കെ ഇടാം. അപ്പം എന്തായാലും ഞാനിപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ സെർവിങ് ബൗളിൻ്റെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പം എന്തായാലും സൂപ്പറായിട്ട് നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, അങ്ങ് സെർവ് ചെയ്താൽ മതി.